ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. അങ്ങനെയുള്ള ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നാരായണീയ മധുരം ഇന്ന് 84-ാമത്തെ ദിവസമാണ്. ശ്രീമദ് നാരായണീയം 8-ാമത്തെ ദശകത്തിൽ 9-ാമത്തെ ശ്ലോകം നമ്മളിപ്പോൾ വിചാരം ചെയ്തു. ആദ്യം ശ്ലോകം, പിന്നീട് പ്രഭാഷണം, അതിനുശേഷം വീണ്ടും ശ്ലോകം, പിന്നീട് ശ്രീഹരിയം. വിബുദ്ധ്യചത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു വിശ്വേശ ദദാധ ദൃഷ്ടിം. ഹേ ജലഗർഭശായിൻ വിശ്വേശ ത്വം പ്രബുദ്ധ്യ ച അഖിലാൻ ലോകാൻ പ്രലീനാൻ വിലോക്യ സൂക്ഷ്മാത്മതയാ നിജാന്ത സ്ഥിതേഷു തേഷു ഏവ ദൃഷ്ടിം ദദാധ. ഹേ ജലഗർഭശായിൻ, ജലമാകുന്ന ഗർഭത്തിൽ ശയിക്കുന്നവൻ, ജലമധ്യത്തിൽ പള്ളിക്കുറുപ്പ് കൊള്ളുന്ന, കാരണജലത്തിൽ ഉറങ്ങിക്കിടക്കുന്ന, സകലതിൻ്റെയും കാരണമായിരിക്കുന്ന, കാരണഭൂതനായിരിക്കുന്ന ഹേ വിശ്വേശ, ലോകനാഥ, ഭഗവാനെ ഗുരുവായൂരപ്പ. ത്വം വിബുദ്ധ്യ ച, അവിടുന്ന് യോഗനിദ്രയിൽ നിന്നും ആ കാലമാകുന്ന ശക്തി, കാലാഖ്യശക്തി അവിടുത്തെ ഉണർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ. അങ്ങനെ ഉണർത്തി, അവിടുന്ന് ഉണർന്നു
എന്നിട്ട് അഖിലാൻ ലോകാൻ പ്രലീനാൻ വിലോക്യ, ഈ ലോകം മുഴുവൻ, ജഗത്ത് മുഴുവൻ തന്നിൽ വിലയം പ്രാപിച്ചത് കണ്ടിട്ട് സൂക്ഷ്മാത്മതയാ നിജാന്ത സ്ഥിതേഷു, അന്തഃ സ്ഥിതേഷു, തൻ്റെ അകത്ത്, തൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന, സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന തേഷു ഏവ ദൃഷ്ടിം ദദാധ, അതിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചു, അതിനെ വീണ്ടും ഭഗവാൻ നോക്കിയെന്നാണ്. സ ഐക്ഷത. ഇവിടെ ഭഗവാൻ ജലത്തിൽ, കാരണജലത്തിൽ ഉറങ്ങിക്കിടന്നു. ആ സമയത്ത് ഇവിടെ 1000 ചതുർയുഗങ്ങൾ ഇത്തരം യോഗനിദ്രയിൽ ഭഗവാൻ ഉറങ്ങിക്കിടന്നു. അതിനുശേഷം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പ്രളയാവസാനേ പ്രബോധയ, എന്നെ ഉണർത്തൂ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഉറക്കം തുടങ്ങിയത്. അപ്പോൾ ഭഗവാനേക്കാൾ മുമ്പേ ഭഗവാന്റെ ദാസിയായിരിക്കുന്ന കാലം, കാലാഖ്യശക്തി, കാലം എന്ന പേരോടുകൂടിയ ശക്തി ഉണർന്നു. അതിനുശേഷം ആ ഭഗവാനെ ഉണർത്തി. ഭഗവാൻ ഉണർന്നപ്പോൾ തൻ്റെ ഉള്ളിൽ ലയിച്ചിരിക്കുന്ന ഈ ലോകത്തിലെ സകല സ്ഥാവര ജംഗമ വസ്തുക്കളെയും ഭഗവാൻ ഒന്ന് നോക്കി, അല്ലെങ്കിൽ തേഷുവേവ ദൃഷ്ടിം ദദാധ, അതിലേക്ക് ദൃഷ്ടിയെ നൽകി, ദൃഷ്ടി പതിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒന്ന് നോക്കി എന്ന് പറയുന്നു. ഇക്ഷയ അമൃതവർഷിണ്യ, അമൃതവർഷിണിയായ നോട്ടം കൊണ്ട് ഭഗവാൻ എല്ലാത്തിനെയും ഒന്നിങ്ങനെ നോക്കി. അപ്പോൾ ഇനി ആ ശ്ലോകം ഒരിക്കൽ കൂടി നമുക്ക് ചൊല്ലാം. അതിനുശേഷം ശ്രീഹരിയ പരിഭാഷ നിഴൽ നാരായണീയം എന്നുള്ള രീതിയിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നതോന്നതാവൃത്തത്തിൽ നമുക്ക് പാടി ഭഗവത്പാദങ്ങളിൽ ഭക്തിയാദരപൂർവ്വം സമർപ്പിക്കാം. വിബുദ്ധ്യ ച ത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു വിശ്വേശ ദദാധ ദൃഷ്ടിം. നാരായണ 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 രാധാ ഗോവിന്ദ. ജലമധ്യത്തിങ്കൽ പള്ളിക്കുറുപ്പു കൊണ്ടൊരാദേവൻ യോഗനിദ്ര വിട്ടു മെല്ലെ ഉണർന്ന നേരം സൂക്ഷ്മരൂപഭാവം പൂണ്ടു തന്നിൽ ലയിച്ചു ചേർന്നോരാ വസ്തുക്കളിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചല്ലോ. നാരായണ 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 രാധാ ഗോവിന്ദ രാധാ ഗോവിന്ദ ഗുരുവാദേശ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.